ഡൽഹിയിലെ ബിസിനസ് ലോകത്ത് എല്ലാവരും വളരെ ബഹുമാനത്തോടെ മാത്രം കേൾക്കുന്ന ഒരു പേരായിരുന്നു മെഹ്ത ഗ്ലോബൽ ഗ്രൂപ്പ്. രാജ്യത്തെ പല പ്രമുഖ നഗരങ്ങളിലും ഈ കമ്പനിക്ക് വലിയ ശാഖകളും ഓഫീസുകളും ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിൽ രാത്രിയും പകലും ജോലി ചെയ്തിരുന്നത്. കമ്പനിയുടെ വാർഷിക ബിസിനസ് കൈമാറ്റങ്ങളും ലാഭവും കോടിക്കണക്കിന് രൂപയുടേതായിരുന്നു. എന്നാൽ ഇത്രയും വലിയ ഈ കമ്പനിയുടെ യഥാർത്ഥ ഉടമ ആരാണെന്ന കാര്യം പുറത്തുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. കാരണം കമ്പനിയുടെ സ്ഥാപകനായ വിവേക് മെഹ്ത തന്റെ പ്രായം കണക്കിലെടുത്ത് ബിസിനസിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ പടിപടിയായി തന്റെ മകനെ ഏൽപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ മാനവ് മെഹ്ത കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിദേശത്തായിരുന്നു താമസം. അവിടെയുള്ള പ്രശസ്തമായ സർവകലാശാലയിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിലും ലീഡർഷിപ്പിലും ഉയർന്ന പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് അവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. പണക്കാരായ മറ്റു യുവാക്കളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വഭാവമായിരുന്നു മാനവിന്റേത്. അവന് വലിയ വില കൂടിയ ആഡംബര വസ്ത്രങ്ങളോടോ വലിയ കാറുകളോടോ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആളുകൾ തന്നെ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായി കണ്ട് വണങ്ങണമെന്ന ആഗ്രഹവും അവന് ഒട്ടുമില്ലായിരുന്നു. ഒരു മനുഷ്യന്റെ യഥാർത്ഥ തിരിച്ചറിവ് അവന്റെ വസ്ത്രധാരണം നോക്കിയല്ല, മറിച്ച് അവൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നത് എന്ന് നോക്കിയാണ് എന്ന് അവൻ പലപ്പോഴും വിശ്വസിച്ചിരുന്നു. മാനവ് വിദേശത്ത് നിന്നും വീട്ടിൽ തിരിച്ചെത്തിയ അന്ന് രാത്രി അവൻ മാതാപിതാക്കളോടൊപ്പം ഒന്നിച്ച് അത്താഴം കഴിക്കാനിരുന്നു. വിവേക് മെഹ്ത മകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ പഠനമെല്ലാം ഇപ്പോൾ വിജയകരമായി പൂർത്തിയായല്ലോ. ഇനി നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ നീ നോക്കി നടത്തണം. അതോടൊപ്പം തന്നെ നിന്റെ വിവാഹത്തെക്കുറിച്ചും ഞങ്ങൾ ആലോചിക്കുകയാണ്. മാനവ് ഇത് കേട്ട് ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അവന്റെ അമ്മ സന്ധ്യ മെഹ്ത പറഞ്ഞു, വലിയ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും നിനക്കായി ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് നിന്റെ താല്പര്യം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇത് കേട്ട മാനവ് കുറച്ച് സെക്കൻഡുകൾ നിശബ്ദനായിരുന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, അമ്മേ, എനിക്ക് ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. മാതാപിതാക്കൾ രണ്ടുപേരും അത്ഭുതത്തോടെ മാനവിന്റെ മുഖത്തേക്ക് നോക്കി. മാനവ് തന്റെ സംസാരം തുടർന്നു, എനിക്ക് വേണ്ടത് ഒരു മനുഷ്യനെ അവന്റെ പണം നോക്കി അളക്കാത്ത, പകരം അവന്റെ നല്ല സ്വഭാവം കണ്ട് തിരിച്ചറിയുന്ന ഒരു സാധാരണ പെൺകുട്ടിയെയാണ്. വിവേക് മെഹ്ത മകന്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ മാനവ് വളരെ ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി, എങ്കിൽ അങ്ങനെയുള്ള ഒരാളെ ഞാൻ തന്നെ നേരിട്ട് കണ്ടുപിടിക്കും. അടുത്ത ദിവസം രാവിലെ മാനവ് തന്റെ മുറിയിലിരുന്ന് എന്തോ ആഴത്തിൽ ചിന്തിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ മനസ്സിൽ തികച്ചും വിചിത്രമായ ഒരു പുതിയ ബുദ്ധി ഉദിച്ചത്. അവൻ ഒട്ടും വൈകാതെ തന്റെ അച്ഛനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. മാനവ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ കമ്പനിയുടെ വലിയ മുതലാളിയായി നേരിട്ട് ഓഫീസിലേക്ക് ചെന്നാൽ എല്ലാവരും എന്നോട് വളരെ നല്ല രീതിയിൽ മാത്രമേ പെരുമാറൂ. ആരും അവരുടെ യഥാർത്ഥ സ്വഭാവം എന്റെ മുന്നിൽ കാണിക്കില്ല. അതുകൊണ്ട് അവരുടെ യഥാർത്ഥ മുഖം എനിക്ക് കാണാൻ കഴിയില്ല. വിവേക് മെഹ്ത അത്ഭുതത്തോട് ചോദിച്ചു, പിന്നെ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാനവ് തന്റെ പദ്ധതി വെളിപ്പെടുത്തി. ഞാൻ എന്റെ യഥാർത്ഥ പേരും പദവിയും പൂർണ്ണമായും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം കമ്പനിയിൽ താഴെത്തട്ടിലുള്ള ഒരു ജോലി ചെയ്യാൻ പോവുകയാണ്. മകന്റെ വാക്കുകൾ കേട്ട് ആ മുറിയിൽ കുറച്ചു നേരം വലിയ നിശബ്ദത പടർന്നു. സന്ധ്യ മെഹ്ത ഇത് കേട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തമാശ പറയല്ലേ മോനെ. എന്നാൽ മാനവ് തികച്ചും ഗൗരവത്തിലായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ തമാശ പറയുകയല്ല അമ്മേ. നമ്മുടെ കമ്പനി താഴെത്തട്ടിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടുത്തെ ജീവനക്കാരുടെ സ്വഭാവം എന്താണെന്നും എനിക്ക് നേരിട്ട് മനസ്സിലാക്കണം. വിവേക് മെഹ്ത മകന്റെ മുഖത്തേക്ക് കുറെ നേരം നോക്കി നിന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഈ വിവരം കമ്പനിയുള്ള മറ്റാരും യാതൊരു കാരണവശാലും അറിയാൻ പാടില്ല. അച്ഛന്റെ അനുവാദം വാങ്ങിയതിനു ശേഷം കൃത്യം 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മെഹ്ത ഗ്ലോബൽ ഗ്രൂപ്പിന്റെ പ്രധാന ഓഫീസിന് മുന്നിൽ വലിയൊരു ജനക്കൂട്ടം രൂപപ്പെട്ടിരുന്നു. കമ്പനിയിലെ പിയൂൺ, സപ്പോർട്ട് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ നടക്കുന്ന ദിവസമായിരുന്നു അത്. വളരെ ലളിതവും സാധാരണവുമായ വസ്ത്രങ്ങൾ ധരിച്ച് തോളിൽ ഒരു ചെറിയ ബാഗും തൂക്കി ആ നീണ്ട വരിയിൽ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. മുഖത്ത് ചെറിയ താടിയും സാധാരണ ഷർട്ടും ധരിച്ച ആ യുവാവ് മറ്റാരുമായിരുന്നില്ല. കമ്പനിയുടെ യഥാർത്ഥ അവകാശിയായ മാനവ് മെഹ്തയായിരുന്നു അത്. അവിടെ വരിയിൽ നിന്നവരോ ഓഫീസിലെ സുരക്ഷാ ജീവനക്കാരോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല തങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഈ വലിയ കമ്പനിയുടെ ഉടമയാണെന്ന്. ഇന്റർവ്യൂ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു അന്യപുരുഷൻ വളരെ പതുക്കെ മാനവിന്റെ അടുത്തെത്തി. അയാൾ മാനവനോട് രഹസ്യമായി ചോദിച്ചു, നിനക്കിവിടെ ജോലി വേണമെന്നുണ്ടോ? മാനവ് ഒട്ടും ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞു, അതെ, എനിക്ക് ജോലി വേണം. അപ്പോൾ ആ മനുഷ്യൻ ചുറ്റു നോക്കിയ ശേഷം വളരെ പതുക്കെ പറഞ്ഞു, വെറുതെ അപേക്ഷ ഫോം പൂരിപ്പിച്ച് നൽകിയത് കൊണ്ട് മാത്രം ഇവിടെ ആർക്കും ജോലി കിട്ടില്ല. നമ്മുടെ അപേക്ഷ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ അടുത്ത് എത്തണമെങ്കിൽ കുറച്ച് പണം ചിലവാക്കേണ്ടി വരും. ഇത് കേട്ട മാനവ് കാര്യങ്ങൾ മനസ്സിലാക്കി അയാളോട് ചോദിച്ചു, എത്ര പണം നൽകേണ്ടി വരും?
ആ മനുഷ്യൻ ആവശ്യപ്പെട്ടത് 15,000 രൂപയായിരുന്നു. മാനവ് കുറച്ച് സെക്കൻഡുകൾ ഒന്നും മിണ്ടാതെ നിന്നു. അവന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. തന്റെ കമ്പനിയുടെ താഴെത്തട്ടിലുള്ള അഴിമതിയുടെ തുടക്കം ഇവിടെ നിന്നാണെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. ഓഫീസിലെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാനവ് ഒട്ടും മടിക്കാതെ ആ തുക അയാൾക്ക് കൈമാറി. പണം നൽകി കഴിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ തന്നെ പുതിയ ജീവനക്കാരുടെ പട്ടികയിൽ മാനവിന്റെ പേര് ഉൾപ്പെട്ടു. അവിടെ നടക്കുന്നത് എന്താണെന്ന് മാനവിന് ഉള്ളിൽ കൃത്യമായി മനസ്സിലായെങ്കിലും അവൻ അത് പുറത്ത് കാണിച്ചില്ല. ഇനി യഥാർത്ഥ കളി ആരംഭിക്കാൻ പോവുകയാണ് എന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. എന്നാൽ ആ ഓഫീസിനുള്ളിൽ വെച്ച് തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ താൻ കണ്ടുമുട്ടാൻ പോവുകയാണെന്ന കാര്യം അവൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ ഡൽഹിയിലെ തണുത്ത കാറ്റേറ്റ് മാനവ് തന്റെ പുതിയ ജോലി സ്ഥലത്തേക്ക് നടന്നു. മെഹ്ത്ത ഗ്ലോബൽ ഗ്രൂപ്പിന്റെ ആ വലിയ ഓഫീസ് കെട്ടിടം പതിവ് പോലെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പുറത്തു നിന്ന് നോക്കുമ്പോൾ തിളങ്ങുന്ന ചില്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ വലിയ കെട്ടിടം കാണുന്ന ആർക്കും ഉള്ളിലെല്ലാം വളരെ കൃത്യതയോടും ഭംഗിയോടും കൂടിയാണ് നടക്കുന്നതെന്ന് തോന്നും. എന്നാൽ തിളങ്ങുന്നതെല്ലാം പൊന്നല്ലെന്ന വലിയ സത്യം മാനവ് ഇപ്പോൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇന്ന് ഓഫീസിൽ അവന്റെ ആദ്യത്തെ ദിവസമായിരുന്നു. കമ്പനിയിലെ പിയൂൺമാർ ധരിക്കുന്ന സാധാരണ യൂണിഫോം ഇട്ട് അവൻ മറ്റ് ജീവനക്കാരുടെ കൂടെ ഉള്ളിലേക്ക് നടന്നു. ആരും അവനെ പ്രത്യേകം ശ്രദ്ധിച്ചതേയില്ല. നോക്കിയവർക്കെല്ലാം അവൻ വെറും ഒരു പുതിയ പിയൂൺ മാത്രമായിരുന്നു. ഓഫീസിന്റെ റിസപ്ഷനിലിരുന്ന ഉദ്യോഗസ്ഥൻ മാനവിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ വളരെ അലക്ഷ്യമായി പറഞ്ഞു, "നീ പുതിയ ആളാണല്ലേ, 3-ാം നിലയിലേക്ക് പോയിക്കോളൂ. അവിടെയുള്ള മാനേജർ റിയാൻ താക്കൂറിനെ കണ്ട് സംസാരിക്ക്." മാനവ് ഒട്ടും വൈകാതെ ലിഫ്റ്റിൽ കയറി 3-ാം നിലയിലേക്ക് തിരിച്ചു. അവൻ 3-ാം നിലയിൽ എത്തിയപ്പോൾ അവിടുത്തെ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായി അവന് തോന്നി. ചില ജീവനക്കാർ വളരെ വലിയ മാനസിക സമ്മർദ്ദത്തോടെയാണ് ജോലി ചെയ്യുന്നത്. ചിലർ ഭയം കാരണം ഒതുങ്ങിയിരിക്കുമ്പോൾ മറ്റു ചിലർ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ മാനേജറെ സോപ്പിട്ട് നിൽക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്നാണ് ആ നിലയിലുള്ള ഒരു ക്യാബിന്റെ ഉള്ളിൽ നിന്നും വളരെ ഉച്ചത്തിലുള്ള ഒരു ദേഷ്യപ്പെട്ട ശബ്ദം പുറത്തേക്ക് കേട്ടത്. "ആരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്?" എന്ന ചോദ്യം കേട്ടതോടെ ഓഫീസിൽ ഉണ്ടായിരുന്നതെല്ലാം പെട്ടെന്ന് നിശബ്ദരായി. ആ ക്യാബിന്റെ വാതിൽ തുറന്ന് കറുത്ത കോട്ടും വില കൂടിയ വാച്ചും ധരിച്ച മുഖത്ത് വലിയ അഹങ്കാരമുള്ള ഒരു മനുഷ്യൻ പുറത്തേക്ക് വന്നു. അത് ആ നിലയിലെ മാനേജറായ റിയാൻ താക്കൂർ ആയിരുന്നു. അയാൾ തന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാധാരണ ജീവനക്കാരന് നേരെ അത് ക്രൂരമായി ആക്രോശിക്കുകയായിരുന്നു. "കമ്പനിയിൽ നിന്നും ഇത്രയും വലിയ ശമ്പളം വാങ്ങിയിട്ടാണോ നീയൊക്കെ ഈ പണി കാണിക്കുന്നത്? നിന്റെയൊക്കെ തലച്ചോറ് വീട്ടിൽ വെച്ചിട്ടാണോ ഓഫീസിലേക്ക് വരുന്നത്?" എന്ന് അയാൾ ചോദിച്ചു. പാവം ജീവനക്കാരൻ ഒന്നും മിണ്ടാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നു. മാനവ് ദൂരെ മാറി നിന്ന് ഇതെല്ലാം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് റിയാന്റെ കണ്ണ് മാനവന്റെ മേൽ പതിഞ്ഞത്. അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു, "ആരാണ് നീ?" മാനവ് വളരെ വിനയത്തോടെ പറഞ്ഞു, "സാർ, ഞാൻ പുതിയ പിയൂണാണ്." റിയാൻ മാനവിനെ മുകളിൽ നിന്നും താഴെ വരെ ഒന്ന് നോക്കിയ ശേഷം പരിഹാസത്തോടെ ഉറക്കെ ചിരിച്ചു. "നിന്നെ കണ്ടാലും പിയൂണിനെ പോലെ തന്നെയുണ്ട്" എന്ന് അയാൾ പറഞ്ഞപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന ചില ജീവനക്കാരും റിയാനെ സൂചിപ്പിക്കാൻ വേണ്ടി ചെറുതായി ചിരിച്ചു. എന്നാൽ മാനവ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ശാന്തനായി നിന്നു. റിയാൻ വീണ്ടും പറഞ്ഞു, "നിനക്ക് ഇവിടെ പണിയെടുക്കാൻ അറിയുമോ, അതോ വെറുതെ ശമ്പളം വാങ്ങാൻ വന്നതാണോ?" മാനവ് പറഞ്ഞു, "ഞാൻ പതുക്കെ പഠിച്ചോളാം സാർ." അപ്പോൾ റിയാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി, "ഇവിടെ തെറ്റുകൾ വരുത്തുന്നവരെ ഞങ്ങൾ കൂടുതൽ ദിവസം വെച്ച് പൊറുപ്പിക്കാറില്ല." മാനവ് അനുസരണയോടെ തലയാട്ടി സമ്മതിച്ചു. എന്നാൽ ഭയപ്പെടുത്തി മാത്രം ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു ടീമിന് അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മാനവ് തന്റെ മനസ്സിൽ കുറിച്ചു വെച്ചു. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. മാനവ് ഓഫീസിലെ ഫയലുകൾ ഓരോ ക്യാബിനുകളിലും എത്തിക്കുകയും എല്ലാവർക്കും ചായയും വെള്ളവും കൊടുക്കുകയും ചെയ്യുന്ന ജോലികൾ കൃത്യമായി ചെയ്തു പോന്നു. അതോടൊപ്പം തന്നെ ഓഫീസിലുള്ള ഓരോ മനുഷ്യരെയും അവൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ചിലർ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുമ്പോൾ മറ്റു ചിലർ വെറുതെ പണിയെടുക്കുന്നതായി അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അവൻ മനസ്സിലാക്കി. യാതൊരു പണിയും എടുക്കാത്ത ചില ആളുകൾ വലിയ ഉദ്യോഗസ്ഥരെ സോപ്പിട്ട് മാത്രം പ്രൊമോഷൻ വാങ്ങിയെടുക്കുന്നതും അവൻ കണ്ടു. കാണുന്ന കാര്യങ്ങളെല്ലാം അവൻ തന്റെ കയ്യിലുള്ള ഒരു ചെറിയ ഡയറിയിൽ രഹസ്യമായി കുറിച്ചു വെക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ക്യാബിന്റെ മുന്നിൽ മാനവ് തന്റെ നടത്തം ചെറുതായി ഒന്ന് നിർത്തി. അവിടെ ഒരു പെൺകുട്ടി തന്റെ കസേരയിലിരുന്ന് വളരെ ശാന്തമായി ജോലി ചെയ്യുന്നത് അവൻ കണ്ടു. അവളുടെ മുഖത്ത് വലിയ സമാധാനമുണ്ടായിരുന്നു. വസ്ത്രധാരണം വളരെ ലളിതമായിരുന്നു. അവളുടെ മേശപ്പുറത്തുള്ള ഫയലുകളെല്ലാം വളരെ ഭംഗിയായി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസിലെ മറ്റു ജീവനക്കാരെ പോലെ അനാവശ്യമായ ബഹളങ്ങളോ കാണിക്കലോ അവൾക്കില്ലായിരുന്നു. അവൾ തന്റെ ജോലിയിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓഫീസിലെ പ്രായമായ ഒരു താൽക്കാലിക ജീവനക്കാരൻ ഒരു ഫയലുമായി അവളുടെ അടുത്തേക്ക് വന്നത്. അദ്ദേഹം വളരെ പതുക്കെ അവളോട് പറഞ്ഞു, "മോളെ, എനിക്ക് ഈ ഫയലിലുള്ള കാര്യം കൃത്യമായി മനസ്സിലാകുന്നില്ല. ഇതൊന്ന് പറഞ്ഞു തരാമോ?" അത് കേട്ട ഉടനെ ആ പെൺകുട്ടി തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. അവൾ പറഞ്ഞു, "അതിനെന്താ സാർ, ഞാൻ ഇതൊന്ന് നോക്കി ശരിയാക്കി തരാം."
അവൾ വളരെ സ്നേഹത്തോടെയും ക്ഷമയോടെയും ആ പ്രായമായ മനുഷ്യന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് അവിടെ നിന്നും നടന്നുപോയി. മാനവ് കുറച്ച് സെക്കൻഡുകൾ അവൾ ചെയ്ത നന്മ നോക്കി നിന്നു. അപ്പോൾ തൊട്ടടുത്തിരുന്ന മറ്റൊരു ജീവനക്കാരി അവളോട് ചോദിച്ചു, അയാന, നീ എന്തിനാണ് ഇവിടെയുള്ള എല്ലാവരെയും സഹായിക്കാൻ നടക്കുന്നത്? അപ്പോഴാണ് മാനവ് ആ പെൺകുട്ടിയുടെ പേര് ആദ്യമായി കേൾക്കുന്നത്. അവളുടെ പേര് അയാന മെഹ്റ എന്നായിരുന്നു. അയാന പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ഓഫീസിൽ നമ്മൾ പരസ്പരം സഹായിച്ച് ജോലി എളുപ്പമാക്കുകയാണ് വേണ്ടത്, അല്ലാതെ ബുദ്ധിമുട്ടിക്കുകയല്ല. കുറച്ചു സമയത്തിന് ശേഷം മറ്റൊരു ജീവനക്കാരൻ വലിയ തിരക്കിൽ ഫയലുകളുമായി ഓടി വരുന്നതിനിടയിൽ അയാളുടെ കയ്യിൽ നിന്നും ഫയലുകൾ താഴേക്ക് മറിഞ്ഞു വീണു. ഇത് ദൂരെ നിന്ന് കണ്ട മാനേജർ റിയാൻ ഉച്ചത്തിൽ ഒച്ച വെച്ചു, നിനക്കൊന്നും ഒരു പണിയും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? എന്നാൽ റിയാൻ കൂടുതൽ പറയുന്നതിന് മുൻപ് തന്നെ അയാന പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് താഴെ വീണ ഫയലുകളെല്ലാം എടുത്തു നൽകി. അവൾ മാനേജറെ നോക്കി പറഞ്ഞു, സാർ, അയാൾ വലിയ തിരക്കായത് കൊണ്ട് അബദ്ധത്തിൽ പറ്റിപ്പോയതായിരിക്കും, ദയവായി ദേഷ്യപ്പെടരുത്. അയാനയുടെ മുഖത്തേക്ക് നോക്കിയ റിയാൻ ചെറുതായി ഒന്ന് ശാന്തനായി തന്റെ ക്യാബിന്റെ ഉള്ളിലേക്ക് നടന്നുപോയി. ഇത്രയും വലിയൊരു ഓഫീസിൽ വെച്ച് ആദ്യമായിട്ടാണ് ഒരാൾ മറ്റൊരു ജീവനക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ സംസാരിക്കുന്നത് മാനവ് കാണുന്നത്. ഇത് അവനിൽ വലിയ അത്ഭുതമുണ്ടാക്കി. അന്ന് ഉച്ച സമയത്ത് മാനവ് ഓഫീസിലെ മേശന്റെ മുകളിലേക്ക് കുടിക്കാനുള്ള വെള്ളം വെക്കുകയായിരുന്നു. അപ്പോൾ അയാന മാനവിനെ ശ്രദ്ധിച്ചു. അവൾ ചോദിച്ചു, നീ ഇവിടെ പുതിയ ആളാണല്ലേ? മാനവ് വിനയത്തോടെ തലയാട്ടി പറഞ്ഞു, അതെ. അയാന മുഖത്ത് വലിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ജോലി അല്പം ബുദ്ധിമുട്ടായി തോന്നാം, പക്ഷെ പേടിക്കണ്ട, പതുക്കെ എല്ലാം ശരിയായിക്കോളും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കുടിക്കാനുള്ള ഒരു ഗ്ലാസ് വെള്ളം മാനവിന്റെ നേരെ നീട്ടി. മാനവ് കുറച്ച് സെക്കൻഡുകൾ ഒന്നും മിണ്ടാതെ നിന്നു. അതിനുശേഷം അവൻ പറഞ്ഞു, വളരെ നന്ദി. അപ്പോൾ അയാന പറഞ്ഞു, ഈ ഓഫീസിൽ ഏത് പദവിയിൽ ജോലി ചെയ്യുന്ന ആളായാലും അവർ അർഹിക്കുന്ന ബഹുമാനം നൽകണം. അത്രയും പറഞ്ഞിട്ട് അവൾ നടന്നുപോയി. മാനവ് അവിടെ തന്നെ കുറെ നേരം നിന്ന് ചിന്തിച്ചു. താൻ ഇവിടെ ഈ കമ്പനിയിലെ കാര്യങ്ങൾ കാണാൻ മാത്രമല്ല വന്നത്, മറിച്ച് തന്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല മനുഷ്യനെ കണ്ടെത്താൻ കൂടിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ അവൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയ മാനവിനോട് അമ്മ സന്ധ്യ മെഹ്ത ചോദിച്ചു, മോനെ, ഓഫീസിൽ നിന്നും നല്ല സ്വഭാവമുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? മാനവ് മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇന്ന് ഓഫീസിൽ വെച്ച് ഒരു വ്യത്യസ്തയായ പെൺകുട്ടിയെ ഞാൻ കണ്ടു അമ്മേ. സന്ധ്യ വീണ്ടും ചോദിച്ചു, അതാരാണ്? മാനവ് പറഞ്ഞു, അത്ര പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാനൊന്നും ആയിട്ടില്ല അമ്മേ, അതിന് ഇനിയും സമയമെടുക്കും. എന്നാൽ അവന്റെ മുഖത്തെ ആ ചിരിയിൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ഓഫീസിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. കമ്പനിയിൽ മാനവ് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ചകൾ കഴിഞ്ഞിരുന്നു. ഈ ദിവസങ്ങളിൽ അവൻ മനുഷ്യരുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കണ്ടു മനസ്സിലാക്കി. ജോലി കൃത്യമായി ചെയ്യുന്നവർക്ക് പകരം ഉന്നത ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധമുള്ളവർക്ക് മാത്രം പ്രൊമോഷൻ ലഭിക്കുന്നത് അവൻ നേരിട്ട് കണ്ടു. ചില ആളുകൾ ഓഫീസിൽ വലിയ പേടിയുണ്ടാക്കി മാത്രമാണ് തങ്ങളുടെ കേസാര നിലനിർത്തുന്നത്. എന്നാൽ മാനവിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് മനുഷ്യർ മറ്റുള്ളവരുടെ പദവി നോക്കി തങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നത് കണ്ടപ്പോഴാണ്. പക്ഷെ ഇത്രയും മോശമായ അന്തരീക്ഷത്തിലും അയാനുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൾ ഓഫീസിലെ സെക്യൂരിറ്റിയോടോ പ്യൂണിനോടോ ഉയർന്ന ഉദ്യോഗസ്ഥരോടോ ഒരേ ബഹുമാനത്തോടെയാണ് സംസാരിച്ചിരുന്നത്. മാനവ് ഇതുവരെ അവളോട് വലിയ സംസാരങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെങ്കിലും അവൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തയാണെന്ന് അവൻ ഉറപ്പായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ദിവസവും വിവാഹത്തിന്റെ കാര്യം ചോദിക്കുമായിരുന്നു. മാനവ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റും. എന്നാൽ അച്ഛൻ വിവേക് മെഹ്തയ്ക്ക് തന്റെ മകൻ വെറുമൊരു വിവാഹം മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ മാനവ് ഒരു വലിയ തീരുമാനമെടുത്തു. ഓഫീസിലുള്ളവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ ഒരു പരീക്ഷണം നടത്താനുള്ള സമയമായി. മനുഷ്യർക്ക് പെട്ടെന്ന് ഒരു അബദ്ധം പറ്റുമ്പോഴാണ് അവരുടെ ഉള്ളിലെ യഥാർത്ഥ രൂപം പുറത്ത് വരിക എന്ന് അവൻ ചിന്തിച്ചു. അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ വലിയ തിരക്കായിരുന്നു. മാനേജർ റിയാൻ താക്കൂറിന്റെ മൂഡ് രാവിലെ തന്നെ വളരെ മോശമായിരുന്നു. അയാൾ വലിയൊരു മീറ്റിംഗിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. റിയാൻ ക്യാബിന്റെ പുറത്തേക്ക് വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എടോ പുതിയ പിയൂണേ, എനിക്ക് കുടിക്കാൻ വേഗം ഒരു ചായ എടുത്തുകൊണ്ടുവരൂ. മാനവ് ഒട്ടും പരിഭ്രമമില്ലാതെ ഓഫീസിലെ ക്യാൻറ്റീനിലേക്ക് നടന്നു. അവൻ ഒരു ട്രേയിൽ ചൂടുചായയുമായി പതുക്കെ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. ഓഫീസിലെ ജീവനക്കാരെല്ലാം തങ്ങളുടെ ജോലി ചെയ്യുന്ന തിരക്കിലായിരുന്നു. അയാനിയും തന്റെ സീറ്റിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മാനവ് റിയാന്റെ മേശയുടെ അടുത്തെത്തി ചായക്കപ്പ് മുന്നിലേക്ക് നീട്ടി. അടുത്ത നിമിഷത്തിൽ മാനവ് തന്റെ കയ്യിലിരുന്ന ട്രേ ചെറുതായി ഒന്ന് ചരിച്ചു. ചൂട് ചായ മുഴുവൻ റിയാന്റെ മേശപ്പുറത്തുള്ള ഫയലുകളിലേക്കും അയാളുടെ വില കൂടിയ വസ്ത്രങ്ങളിലേക്കും അറിഞ്ഞു വീണു. ഓഫീസിൽ പെട്ടെന്ന് വലിയൊരു നിശബ്ദത പടർന്നു. എല്ലാവരുടെയും കണ്ണ് ആ ക്യാബിനിലേക്ക് നീണ്ടു. മാനവ് ഇത് അബദ്ധത്തിൽ ചെയ്തതല്ലായിരുന്നു.
പകരം റിയാന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതായിരുന്നു. റിയാൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അതിനുശേഷം അയാൾ ദേഷ്യം കൊണ്ട് ഉച്ചത്തിൽ അലറി. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോടാ എന്റെ മേശപ്പുറത്തേക്ക് ചായ മറിക്കാൻ? അയാൾ തന്റെ കൈ കൊണ്ട് മേശപ്പുറത്ത് ശക്തിയായി അടിച്ചു. റിയാന്റെ ദേഷ്യം ഒട്ടും കുറഞ്ഞില്ല. അയാൾ വീണ്ടും പറഞ്ഞു, പണി അറിയാത്ത ഇങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യർ എന്തിനാണ് ഈ കമ്പനിയിൽ ജോലിക്കെടുക്കുന്നത്? എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള പിച്ചക്കാരാണ് വരുന്നത്. ഓഫീസിൽ വലിയ നിശബ്ദതയായിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. ചില ജീവനക്കാർ പേടി കാരണം തലതാഴ്ത്തിയിരുന്നു. റിയാൻ മാനവന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നിന്നെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം ഇതാണ്. ഒരു അവസരം കിട്ടിയാൽ കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. മാനവ് വളരെ ശാന്തനായി നിന്ന് പറഞ്ഞു, സാർ എന്നോട് ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയതാണ്. എന്നാൽ റിയാൻ നിർത്താൻ തയ്യാറായിരുന്നില്ല. അയാൾ പറഞ്ഞു, നിന്റെ ഈ മാസത്തെ ശമ്പളം ഞാൻ പൂർണ്ണമായി വെട്ടിക്കുറയ്ക്കും. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കസേര പുറകോട്ട് നീങ്ങുന്ന ശബ്ദം കേട്ടത്. ഓഫീസിലുള്ളവരെല്ലാം നോക്കുമ്പോൾ അയാന തന്റെ കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവൾ പതുക്കെ മാനേജറുടെ ക്യാബിന്റെ അടുക്കലേക്ക് നടന്നു ചെന്നു. അവൾ വളരെ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, സാർ. റിയാൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അയാന പറഞ്ഞു, ഇതൊരു വലിയ തെറ്റല്ല സാർ. ജോലി ചെയ്യുന്നതിനിടയിൽ ആർക്കായാലും ഒരു അബദ്ധം പറ്റിപ്പോകാം. റിയാൻ കടുത്ത ഭാഷയിൽ പറഞ്ഞു, നീ ഈ കാര്യങ്ങളിൽ ഇടപെടണ്ട. മിണ്ടാതെ നീ നിന്റെ സീറ്റിൽ പോയിരിക്കെ. എന്നാൽ അയാന പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവൾ ധൈര്യത്തോടെ പറഞ്ഞു, പക്ഷെ സാർ, ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ ഒരു മനുഷ്യനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇത്രയും മോശമായി അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല. ഓഫീസിലുള്ളവരെല്ലാം വലിയ അത്ഭുതത്തോടെ അയാനെ നോക്കി. കാരണം ആദ്യമായിട്ടാണ് ആ ഓഫീസിലുള്ള ഒരാൾ റിയാൻ താക്കൂറിന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്യുന്നത്. റിയാൻ കടുത്ത ദേഷ്യത്തോടെ ചോദിച്ചു, നിനക്ക് ഇവരോട് വലിയ ദയ തോന്നുന്നുണ്ടല്ലേ? അയാന ഒന്നും മിണ്ടാതെ ശാന്തയായി നിന്നു. റിയാൻ മാനവന്റെ നേരെ തിരിഞ്ഞു ആക്രോശിച്ചു, ഇപ്പോൾ തന്നെ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു. ഓഫീസിൽ വീണ്ടും വലിയ നിശബ്ദത പടർന്നു. അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം വിചാരിച്ചു ജോലി പോയ സങ്കടത്തിൽ ഈ ചെറുപ്പക്കാരൻ മാനേജറുടെ കാല് പിടിച്ച് കരയുമെന്ന്. എന്നാൽ മാനവ് യാതൊരു സങ്കടവുമില്ലാതെ വളരെ ശാന്തനായി പറഞ്ഞു, ശരി സാർ. അവൻ തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഐഡന്റിറ്റി കാർഡ് ഊരി മേശപ്പുറത്ത് വെച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരു വട്ടം നോക്കിയ ശേഷം അവൻ ഒരക്ഷരം പോലും മിണ്ടാതെ ഓഫീസിന് പുറത്തേക്ക് നടന്നു പോയി. അയാന അവൻ നടന്നു പോകുന്നത് നോക്കി നിന്നു. ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും ശാന്തനായി പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അന്ന് വൈകുന്നേരം മാനവ് തന്റെ വീട്ടിലെത്തി. അവൻ തിരികെ എത്തിയത് കണ്ട് അമ്മ സന്ധ്യ മെഹ്ത വലിയ പരിഭ്രമത്തോടെ ചോദിച്ചു, മോനെ, എന്താണ് സംഭവിച്ചത്? മാനവ് മുഖത്ത് വലിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, അമ്മേ, എന്റെ ജോലി പോയി. വിവേക് മെഹ്ത ഇത് കേട്ട് അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ നീ ഈ പറയുന്നത്? മാനവ് ഒരു കസേരയിൽ ഇരുന്ന ശേഷം പറഞ്ഞു, പക്ഷേ അച്ഛാ, ഇന്ന് എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചു. സന്ധ്യ ചോദിച്ചു, എന്താണത്? മാനവ് പതുക്കെ പറഞ്ഞു, ആ ഓഫീസിലെ ആ പെൺകുട്ടി മറ്റുള്ളവരുടെ പദവി നോക്കാതെ എല്ലാവർക്കും ഒരേ ബഹുമാനം നൽകുന്ന ആളാണ്. വിവേക് മെഹ്ത മകന്റെ വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചു. എന്നാൽ അടുത്ത നിമിഷത്തിൽ മാനവ് പറഞ്ഞു, പക്ഷേ നമ്മുടെ കഥ ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല. ഞാൻ വീണ്ടും ആ ഓഫീസിലേക്ക് തിരിച്ചു പോകും. പക്ഷെ ഇത്തവണ പിയൂണിന്റെ വേഷത്തിലായിരിക്കില്ല. അതേസമയം ഓഫീസിൽ അയാന ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൾക്ക് ആദ്യമായിട്ടാണ് പരിചയമില്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ഓർമ്മയോർത്ത് ഇത്രയും വലിയ സങ്കടം തോന്നുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ ആ ചെറുപ്പക്കാരൻ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിൽ തന്റെ മുന്നിലേക്ക് വീണ്ടും വരാൻ പോവുകയാണെന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. മാനവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിട്ട് ഇപ്പോൾ കൃത്യം 5 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. എങ്കിലും അവന്റെ മുഖത്ത് യാതൊരുവിധ ദേഷ്യമോ നിരാശയോ ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് അവൻ മുൻകൂട്ടി അറിയാമായിരുന്നു. മെഹ്ത ഹൗസിൽ അമ്മ സന്ധ്യ മെഹ്ത രാവിലെ തന്നെ വലിയ ആശങ്കയിലായിരുന്നു. അവൾ മാനവനോട് പറഞ്ഞു, മോനെ, നീ കാണേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നിന്റെ യഥാർത്ഥ രൂപത്തിൽ ഓഫീസിലേക്ക് ചെയർമാനായി തിരിച്ചുപോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാക്ക്. മാനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് ഇനിയും സമയമായിട്ടില്ല അമ്മേ. അപ്പോൾ വിവേക് മെഹ്ത തന്റെ കയ്യിലിരുന്ന പത്രം മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു, ഇനി നിന്റെ അടുത്ത പദ്ധതി എന്താണ്? മാനവ് കുറച്ചുനേരം ചിന്തിച്ച ശേഷം പറഞ്ഞു, ഇത്തവണ ഞാൻ ഓഫീസിന്റെ ഉള്ളിലേക്ക് നേരിട്ട് പോകില്ല. പകരം പുറത്തുനിന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കും. ഓഫീസിലേക്ക് ആളുകൾ വരുമ്പോഴും പോകുമ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് അവിടുത്തെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരിക. വിവേക് മെഹ്ത മകന്റെ ബുദ്ധി കണ്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. തന്റെ മകൻ കമ്പനി മാത്രമല്ല, മനുഷ്യരുടെ സ്വഭാവത്തെയാണ് പഠിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 2 ദിവസങ്ങൾക്ക് ശേഷം മെഹ്ത ഗ്ലോബൽ ഗ്രൂപ്പിലെ ജീവനക്കാരെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ട്രാവൽ സർവീസിൽ പുതിയൊരു ഓട്ടോ ഡ്രൈവർ ജോലിക്ക് ചേർന്നു. വെളുത്ത ഷർട്ടും തോളിൽ ചെറിയ ചുവന്ന കരയുള്ള വെളുത്ത തോർത്തും ധരിച്ച്
ശാന്തമായ കണ്ണുകളുള്ള ഒരു സാധാരണ മുഖമായിരുന്നു ആ ഡ്രൈവറുടേത്. അത് മറ്റാരുമായിരുന്നില്ല, വേഷമാറിയ മാനവ് തന്നെയായിരുന്നു. ഇത്തവണയും അവനെ തിരിച്ചറിയാൻ ആർക്കും കഴിഞ്ഞില്ല. അവൻ ദിവസവും രാവിലെ ജീവനക്കാരെ ഓഫീസിൽ എത്തിക്കുകയും വൈകുന്നേരം തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. യാത്രക്കിടയിൽ ജീവനക്കാർ പരസ്പരം സംസാരിക്കുന്ന പല കാര്യങ്ങളും മാനവ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓഫീസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെക്കുറിച്ചും ജോലി ലഭിക്കാൻ വേണ്ടി ആരെല്ലാമാണ് കൈക്കൂലി വാങ്ങുന്നതെന്നും ജീവനക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചിലർ മാനേജർ റിയാനെ ഭയന്ന് അയാളെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ മറ്റു ചിലർ അയാളുടെ ക്രൂരതകളെ കുറിച്ച് പറഞ്ഞു വിഷമിച്ചു. മാനവ് ഈ വിവരങ്ങളെല്ലാം തന്റെ മനസ്സിൽ കൃത്യമായി കുറിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉച്ച സമയത്ത് ഡൽഹിയിൽ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ഓഫീസിന് പുറത്ത് ജീവനക്കാരെല്ലാം വണ്ടി കിട്ടാതെ വലിയ ബുദ്ധിമുട്ടിലായി. കമ്പനിയുടെ വലിയ ട്രാവൽ വണ്ടികളെല്ലാം ദൂരേക്ക് പോയതുകൊണ്ട് അവിടെ വണ്ടികൾക്ക് വലിയ ക്ഷാമം നേരിട്ടു. ആ സമയത്താണ് അയാന കയ്യിൽ വലിയൊരു ഫയലുമായി ഓഫീസിന് പുറത്തേക്ക് വന്നത്. അവൾക്ക് വലിയൊരു അടിയന്തര ആവശ്യത്തിനായി പുറത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ അവളോട് പറഞ്ഞു, മേഡം, വലിയ വണ്ടികളൊന്നും ഇപ്പോൾ ലഭ്യമല്ല. ദാ അവിടെ കിടക്കുന്ന ഓട്ടോയിൽ കയറി പോയിക്കോളൂ. അയാന ഓട്ടോയിലേക്ക് കയറാൻ വന്നതും ഡ്രൈവറുടെ മുഖത്തേക്ക് നോക്കിയതും ഒന്നിച്ചായിരുന്നു. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. നിങ്ങളോ എന്ന് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. മാനവ് വളരെ സാധാരണക്കാരെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ. അയാന ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ? മാനവ് പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു പണി വേണമായിരുന്നു. അങ്ങനെ ഈ ജോലി തിരഞ്ഞെടുത്തു. അയാന കുറച്ചു നേരം ഒന്നും മിണ്ടാതെ ഓട്ടോയിലിരുന്നു. യാത്രാവേളയിൽ രണ്ടുപേരും ആദ്യം നിശബ്ദരായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാന പതുക്കെ പറഞ്ഞു, അന്ന് ഓഫീസിൽ വെച്ച് നിങ്ങളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിയിരുന്നു. മാനവ് ചോദിച്ചു, എന്തിനാണ് വിഷമിച്ചത്? അയാന പറഞ്ഞു, നമുക്ക് പല ജോലികളും മാറി മാറി ലഭിച്ചേക്കാം, പക്ഷെ നമ്മുടെ ആത്മാഭിമാനം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. മാനവ് ആദ്യമായി അവളുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ പതുക്കെ അവളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിയെത്തുന്നത്? അയാന ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു, എന്റെ വീട്ടിൽ അമ്മ എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ അവസ്ഥയോ അവന്റെ കയ്യിലെ പണമോ നോക്കി നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തരുത്. അയാനുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മാനവ് കുറച്ച് സെക്കൻഡുകൾ നിശബ്ദനായിരുന്നു. ഈ പെൺകുട്ടി വെറുതെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, പകരം അവളുടെ നല്ല സംസ്കാരം കൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് അവൻ മനസ്സുറപ്പിച്ചു. അതിനിടയിൽ അവർ യാത്ര ചെയ്ത് വീണ്ടും ഓഫീസിന് മുന്നിൽ തിരിച്ചെത്തി. അയാന ഓട്ടോയിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്നും ഒരു കടുത്ത ശബ്ദം കേട്ടത്. രണ്ടുപേരും നോക്കുമ്പോൾ അവിടെ മാനേജർ റിയാൻ താക്കൂർ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണ് നേരെ ഓട്ടോ ഡ്രൈവറായ മാനവന്റെ മുഖത്തേക്കാണ് നീണ്ടത്. അയാൾ മുന്നോട്ട് വന്ന് മാനവനെ സൂക്ഷിച്ചു നോക്കി. ആദ്യം ആളെ മനസ്സിലായില്ലെങ്കിലും പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു. റിയാൻ വലിയ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ, നീ വീണ്ടും ഇവിടെ വലിഞ്ഞു കയറി വന്നോ? മാനവ് ഒന്നും മിണ്ടാതെ ശാന്തനായിരുന്നു. റിയാൻ ട്രാവൽ സ്റ്റാഫിനോട് ദേഷ്യപ്പെട്ടു. ആരാണ് ഇവനെ ഇവിടെ ജോലിക്കെടുത്തത്? അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം പേടിച്ച് നിശബ്ദരായി. റിയാൻ വീണ്ടും പറഞ്ഞു, ഇവനെ ഇപ്പോൾ തന്നെ ഈ ജോലിയിൽ നിന്നും പുറത്താക്ക്. അപ്പോൾ അയാന മുന്നോട്ട് വന്ന് ധൈര്യത്തോടെ പറഞ്ഞു, സാർ, അയാൾ ഇവിടെ തന്റെ ജോലി കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. റിയാൻ ദേഷ്യത്തോടെ ചോദിച്ചു, നീ വീണ്ടും ഇവനെ സഹായിക്കാൻ തുടങ്ങിയോ? നിനക്ക് ഇവനോട് എന്താണ് ഇത്ര പ്രത്യേക താല്പര്യം? അവിടെ വീണ്ടും വലിയ നിശബ്ദത പടർന്നു. അയാന വളരെ ഗൗരവത്തിൽ മറുപടി നൽകി, കാരണം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവരുടേതായ ബഹുമാനം ലഭിക്കാൻ അവകാശമുണ്ട്. ഓഫീസിന് പുറത്തുണ്ടായിരുന്ന ജീവനക്കാരെല്ലാം ഈ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിയാന് കൂടുതൽ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അയാൾ ദേഷ്യത്തോടെ നോക്കിയ ശേഷം ഓഫീസിനുള്ളിലേക്ക് നടന്നുപോയി. അയാനയും ഉള്ളിലേക്ക് നടന്നു. പക്ഷെ പോകുന്നതിന് മുൻപ് അവൾ ഒരു വട്ടം പുറകോട്ട് തിരിഞ്ഞ് മാനവനെ നോക്കി. മാനവ് അവളുടെ ആ നന്മ കണ്ട് മനസ്സിൽ സന്തോഷിച്ചു. അന്ന് രാത്രി വീട്ടിലെത്തിയ മാനവനോട് അമ്മ സന്ധ്യ മെഹത്ത ചോദിച്ചു, മോനെ, ഇപ്പോൾ ആ പെൺകുട്ടിയെ കുറിച്ച് നിനക്ക് എന്താണ് തോന്നുന്നത്? മാനവ് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ഈ കമ്പനിയുടെ വലിയ മുതലാളി അല്ലായിരുന്നെങ്കിൽ പോലും ആ പെൺകുട്ടി എന്നോട് ഇതേ ബഹുമാനത്തോടെ മാത്രമേ പെരുമാറൂ എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സന്ധ്യ ഇത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചു. വിവേക് മെഹത്ത ഒന്നും മിണ്ടാതെ ഇരുന്ന ശേഷം ചോദിച്ചു, അപ്പോൾ ഇനി നിന്റെ അടുത്ത തീരുമാനം എന്താണ്? മാനവ് പറഞ്ഞു, ഇനി എന്റെ അവസാനത്തെ പരീക്ഷണം മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത ദിവസം രാവിലെ ഓഫീസിലെ പ്രധാന നോട്ടീസ് ബോർഡിൽ വലിയൊരു നോട്ടീസ് പതിപ്പിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം കമ്പനിയുടെ വലിയൊരു വാർഷിക പൊതുയോഗം നടക്കാൻ പോവുകയാണെന്നും അവിടുത്തെ എല്ലാ ജീവനക്കാരും നിർബന്ധമായി പങ്കെടുക്കണമെന്നായിരുന്നു നോട്ടീസ്. ഈ നോട്ടീസ് വായിച്ച മാനേജർ റിയാൻ വലിയ സന്തോഷത്തിലായിരുന്നു. കമ്പനിയിലെ ഉന്നത പദവിയിലേക്കുള്ള തന്റെ പ്രമോഷൻ ഇന്ന് ഉറപ്പായും പ്രഖ്യാപിക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. അയാൾ ജീവനക്കാരോട് വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ടോ, വലിയ നിലകളിൽ എത്തുന്ന മനുഷ്യരുടെ സ്വഭാവം തന്നെ വേറെയാണ്.
കമ്പനി നടത്തുക എന്നത് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ പണിയല്ല. ജീവനക്കാരിൽ ചിലർ അതെ എന്ന് തലയാട്ടി. എന്നാൽ വരും 2 ദിവസങ്ങൾക്കുള്ളിൽ താൻ പാവപ്പെട്ടവൻ എന്ന് വിളിച്ച് പുറത്താക്കിയ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ തന്റെ കസേര ഇല്ലാതാകാൻ പോവുകയാണെന്ന കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല. മീറ്റിംഗ് ദിവസം വന്നെത്തി. കമ്പനിയിലെ വലിയ ഹാൾ ജീവനക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. വലിയൊരു സ്റ്റേജും സ്ക്രീനുകളും അവിടെ ഒരുക്കിയിരുന്നു. ജീവനക്കാരെല്ലാം വളരെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചാണ് വന്നിരുന്നത്. കമ്പനിയുടെ ഭാവി മാറ്റിയെഴുതുന്ന വലിയൊരു പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഹാളിന്റെ ഏറ്റവും മുന്നിലെ നിരയിൽ വലിയ അഹങ്കാരത്തോടെ റിയാൻ താക്കൂർ വന്നിരുന്നു. എന്നാൽ അയാന പതിവ് പോലെ ശാന്തമായി ഹാളിന്റെ ഏറ്റവും പുറകിലെ ഒരു കസേരയിലാണ് ഇരുന്നത്. അവൾക്ക് ഈ ആഡംബരങ്ങളിൽ ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിൽ ആ ഓട്ടോ ഡ്രൈവറുടെ മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്. അയാളുടെ ആ ശാന്തതയും സ്വഭാവവും മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവൾക്ക് തോന്നി. ഹാളിൽ ജീവനക്കാർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കമ്പനിയുടെ വലിയ മുതലാളി നേരിട്ട് വരുമെന്ന് കേട്ടു. നീ ഇതിനു മുൻപ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? പലവരും ഇല്ലെന്ന് തലയാട്ടി. കാരണം കമ്പനിയുടെ യഥാർത്ഥ ഉടമയെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ച സമയമായപ്പോൾ കമ്പനിയുടെ ചീഫ് ഓഫീസർ സ്റ്റേജിലേക്ക് വന്ന് മൈക്ക് കയ്യിലെടുത്തു. അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. വലിയൊരു പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മുടെ കമ്പനിക്കുള്ളിൽ ഒരു സാധാരണ ജീവനക്കാരനായി ജീവിച്ച് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥകൾ മനസ്സിലാക്കിയ ആ വലിയ മനുഷ്യനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഹാളിൽ വലിയൊരു ചർച്ച തന്നെ നടന്നു. ആരായിരിക്കും ആ വ്യക്തി എന്ന് എല്ലാവരും പരസ്പരം നോക്കി. അപ്പോഴാണ് സ്റ്റേജിന്റെ വശത്തു നിന്നും വളരെ ശാന്തമായ ഭാവത്തിൽ ഒരു ചെറുപ്പക്കാരൻ സ്റ്റേജിലേക്ക് നടന്നു വന്നത്. അയാളുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ ഹാളിൽ ഉണ്ടായിരുന്ന പലവരും അത്ഭുതത്തോടെ എഴുന്നേറ്റ് നിന്നു. അയാന തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ പതുക്കെ പറഞ്ഞു, മാനവ്. റിയാൻ താക്കൂറിന്റെ മുഖത്തെ ചോര വറ്റിപ്പോയി. കാരണം സ്റ്റേജിൽ നിൽക്കുന്നത് താൻ പാവപ്പെട്ടവൻ എന്ന് വിളിച്ച് അപമാനിച്ച ആ പിയൂൺസ് ആയിരുന്നു. മുകളിൽ അനൗൺസ്മെന്റ് കേട്ടു. മെഹത്ത് ഗ്ലോബൽ ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാൻ ശ്രീ മാനവ് മെഹത്തെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാളിൽ വലിയ രീതിയിൽ കയ്യടികൾ ഉയർന്നു. റിയാൻ കസാരയിൽ ഇരിക്കാൻ പോലും കഴിയാത്ത വിധം ഭയന്ന് വിറച്ചു. മാനവ് സ്റ്റേജിൽ വന്ന് മൈക്ക് കയ്യിലെടുത്തു. ഹാൾ മുഴുവൻ വലിയ നിശബ്ദത പടർന്നു. അവൻ പറഞ്ഞു, ഞാൻ ഈ കമ്പനിയിൽ ഒരു മുതലാളിയായല്ല വന്നത്, മറിച്ച് ഒരു സാധാരണ ജീവനക്കാരനായിട്ടാണ്. പദവികൾ നോക്കിയാണോ അതോ മനുഷ്യത്വം നോക്കിയാണോ ഇവിടെ ബഹുമാനം നൽകുന്നതെന്ന് എനിക്ക് കാണണമായിരുന്നു. ഞാൻ ഈ കമ്പനിയിൽ ജോലി നേടാൻ വേണ്ടി കൈക്കൂലി നൽകിയിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന അഴിമതികളും മനുഷ്യരുടെ ക്രൂരതകളും ഞാൻ നേരിട്ട് കണ്ടു. അവൻ റിയാൻ താക്കൂറിന്റെ മുഖത്തേക്ക് നോക്കി. റിയാൻ തലതാഴ്ത്തി നിന്നു. തുടർന്ന് സ്ക്രീനിൽ റിയാൻ നടത്തിയ അഴിമതികളുടെയും കൈക്കൂലി ഇടപാടുകളുടെയും തെളിവുകൾ മാനവ് പുറത്തുവിട്ടു. മാനവ് റിയാനെ സ്റ്റേജിന്റെ മുന്നിലേക്ക് വിളിച്ചു വരുത്തി വളരെ ശാന്തമായി പറഞ്ഞു, അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റാം. പക്ഷെ അധികാരം എന്നത് മറ്റുള്ളവരെ അടിച്ചമർത്താനല്ല, വലിയ ഉത്തരവാദിത്തത്തോടെ കൊണ്ടു നടക്കാനുള്ളതാണ്. റിയാന് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല. റിയാനെ അപ്പോൾ തന്നെ കമ്പനിയിലെ എല്ലാ പദവികളിൽ നിന്നും പുറത്താക്കുന്നതായി മാനവ് പ്രഖ്യാപിച്ചു. അതിനുശേഷം മാനവ് ഹാളിന്റെ പുറകിലിരുന്ന അയാനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ ഈ വലിയ പരീക്ഷണത്തിനിടയിൽ ഞാൻ അന്വേഷിച്ചു നടന്ന ഏറ്റവും വിലപ്പെട്ട ഒരു നിധി എനിക്ക് ഈ ഓഫീസിൽ നിന്നും ലഭിച്ചു. അയാന അത്ഭുതത്തോടെ നോക്കി. മാനവ് കൂടുതലൊന്നും പറയാതെ സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയി. ഈ കഥ ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ലെന്ന് അയാനയ്ക്ക് മനസ്സിലായി. മീറ്റിംഗ് കഴിഞ്ഞ് 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഓഫീസിൽ ഇതേക്കുറിച്ചുള്ള സംസാരങ്ങൾ മാത്രമാണ് നടന്നിരുന്നത്. തങ്ങൾ പിയൂണായും ഓട്ടോ ഡ്രൈവറായും കണ്ട ആ ചെറുപ്പക്കാരൻ തന്നെയാണ് കമ്പനിയുടെ യഥാർത്ഥ ഉടമയെന്ന് വിശ്വസിക്കാൻ ജീവനക്കാർക്ക് കഴിഞ്ഞില്ല. ചിലർ തങ്ങളുടെ പഴയ മോശം പെരുമാറ്റത്തെ ഓർത്ത് വലിയ രീതിയിൽ നാണിച്ചു. എന്നാൽ അയാന തന്റെ സീറ്റിലിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് വലിയ ചിന്തയിലായിരുന്നു. ഇത്രയും വലിയൊരു കോടീശ്വരനായിരുന്നിട്ടും എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും സാധാരണക്കാരനായി ജീവിക്കാൻ കഴിയുന്നത് എന്ന് അവൾ അത്ഭുതപ്പെട്ടു. അതേസമയം മാനവ് തന്റെ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ അമ്മ സന്ധ്യ മെഹത്ത ഉള്ളിലേക്ക് വന്ന് ചോദിച്ചു, മോനി, നീ വലിയ നാടകമെല്ലാം നടത്തി കണ്ടെത്തിയ ആ പെൺകുട്ടിയുടെ കാര്യം ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാനവ് പറഞ്ഞു, അമ്മേ, എനിക്ക് അവളെ തന്നെയാണ് എന്റെ ജീവിത പങ്കാളിയാക്കേണ്ടത്. ഞാൻ പിയൂൺ ആയിരുന്നപ്പോഴും ഓട്ടോ ഡ്രൈവർ ആയിരുന്നപ്പോഴും അവൾ എന്നോട് കാണിച്ച ബഹുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഞാൻ പണക്കാരനല്ലെങ്കിൽ പോലും അവളെ എന്നെ ഇതേപോലെ തന്നെ സ്നേഹിക്കും. അപ്പോൾ അച്ഛൻ വിവേക് മെഹത്ത പറഞ്ഞു, എങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ടതില്ല. അടുത്ത ദിവസം ഓഫീസിൽ വലിയൊരു വാർത്ത പരന്നു. പുതിയ ചെയർമാൻ ഒരു ജീവനക്കാരിയെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന്. അയാന വലിയ പേടിയോടെയാണ് മാനവിന്റെ വലിയ ക്യാബിനിലേക്ക് നടന്നു ചെന്നത്. മാനവ് കെസയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് അവളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാനവ് ചോദിച്ചു, അയാന, ഒരു മനുഷ്യൻ വലിയ പണക്കാരനല്ലെങ്കിലും അയാൾ നല്ലൊരു സ്വഭാവമുള്ള ആളാണെങ്കിൽ നിങ്ങൾ അയാളെ വിവാഹം കഴിക്കുമോ?
അയാന കുറച്ചുനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, ഈ തീരുമാനം ഞാൻ ഒറ്റയ്ക്കല്ല എടുക്കുന്നത്. എന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം എന്റെ അമ്മയോട് വന്ന് സംസാരിക്കണം. ഈ മറുപടി കേട്ടപ്പോൾ മാനവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച മറുപടിയും ഇത് തന്നെയായിരുന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അമ്മയോട് വന്ന് സംസാരിച്ചോളാം. ദിവസങ്ങൾക്കുള്ളിൽ മാനവും അവന്റെ മാതാപിതാക്കളും അയാനയുടെ ചെറിയ വീട്ടിലെത്തി. തങ്ങൾ വലിയ കോടീശ്വരന്മാരാണെന്ന യാതൊരു ഭാവവുമില്ലാതെ അവർ അയാനയുടെ അമ്മയുടെ ആലോചന നടത്തി. അയാനയുടെ അമ്മ സങ്കോചത്തോടെ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ അത്ര വലിയ നിലയിലുള്ളവരല്ല. അപ്പോൾ വിവേക് മെഹ്ത പറഞ്ഞു, ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത് പണത്തിന്റെ തുല്യത നോക്കിയല്ല, മറിച്ച് നല്ല സംസ്കാരത്തിന്റെ വലുപ്പം നോക്കിയാണ്. അങ്ങനെ ആ വിവാഹം ഉറപ്പിച്ചു. വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളോ മാധ്യമങ്ങളുടെ കോലാഹലങ്ങളോ ഇല്ലാതെ നഗരത്തിലെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ ചടങ്ങുകളോടെ മാനവും അയാനയും വിവാഹിതരായി. മാധ്യമ പ്രവർത്തകർ ഇത്രയും ലളിതമായി വിവാഹം കഴിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാനവ് പറഞ്ഞു, എന്നെ ഒരു പിയൂണായി കണ്ടപ്പോഴും ബഹുമാനിച്ച ഈ പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പണത്തിന്റെ ആഡംബരങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. വിവാഹശേഷം മാനവ് കമ്പനിയിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. കമ്പനിയിൽ ആർക്കും കൈക്കൂലി നൽകി ജോലി നേടാൻ കഴിയില്ലെന്നും ജീവനക്കാരുടെ പദവി നോക്കിയല്ല അവരുടെ സ്വഭാവം നോക്കിയായിരിക്കണം ഇനി ബഹുമാനം നൽകേണ്ടതെന്നും അവൻ ഉത്തരവിട്ടു. തനിക്കായി ഒരു നല്ല മനുഷ്യനെ കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ വലിയ സന്തോഷത്തോടെ അവർ തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു.